നമ്മൾ ഈ പത്രത്തിൽ കാണുന്ന കൊല്ലം ചെയ്യപ്പെട്ടു, ഇന്നയാളെ കൊന്നു, ഇതാക്കെന്ന് പറഞ്ഞെങ്കിൽ പരസ്പരം അതിൻ്റെ ഇടയിൽ ഒരുപാട് ഈ ഗോസിപ്പുകൾ നടന്നിട്ടുണ്ടാവും. ആ പറഞ്ഞ വാക്കുകളായിരിക്കാം. പിന്നെ ഞങ്ങളിൽ പാപ്പരായവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ധനമില്ല, ബാക്കിയുള്ള വിഭവങ്ങളില്ലാത്തവനാണ്. റസൂൽ പറഞ്ഞല്ല. ഒരാൾ തൻ്റെ അടിമയെ വിൽക്കുകയാണ്. അപ്പോൾ വിൽക്കുന്ന സമയത്ത് അത് വാങ്ങാൻ വേണ്ടിയിട്ട് വേറൊരാൾ വരുന്നുണ്ട്. അപ്പോൾ അടിമയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാത്തിനും ഉഷാറാണ്, എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ചെറിയൊരു കുഴപ്പമുണ്ട് അടിമക്ക്. അപ്പോൾ എന്താണ് കുഴപ്പം ചോദിക്കുമ്പോൾ ഗീബത്ത് ഇങ്ങനെ പറയും ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ വാങ്ങുന്ന ആൾ പറഞ്ഞു, അത് പ്രശ്നമല്ല, ഞാൻ പറഞ്ഞ് ശരിയാക്കിയോളാം, ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അടിമയെ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഒരു ദിവസം യജമാനോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേറൊരു പുരുഷനുമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. അതെ. അപ്പോൾ അത് നിങ്ങൾക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ മാത്രമല്ല, അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊല്ലാനുള്ള ശ്രമമാണ് ഭാര്യയ്ക്കുള്ളത്. അപ്പോൾ അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ കിടക്കണ സമയത്ത് ഉറങ്ങിയ പോലെ കിടക്കണം. പക്ഷെ നിങ്ങൾ ഉറങ്ങരുത്. ആ സമയത്ത് നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് അവൾ വരും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതേസമയം ഭാര്യയുടെ അടുത്ത് പോയി പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിന് വേറൊരു കല്യാണം കഴിക്കാനുള്ള ആഗ്രഹമുണ്ട്. അത് നിങ്ങൾക്ക് തിരിച്ചറിയണം. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു വിദ്യ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭർത്താവിൻ്റെ താടി രോമത്തിൽ നിന്ന് കുറച്ച് കത്രിക എടുത്തിട്ട് എന്ത് ചെയ്യണം, വെട്ടണം. ഭാര്യയ്ക്ക് സ്വാഭാവികമായിട്ടും പെട്ടെന്നത് പിന്നെ ചെയ്യണമെന്നുള്ള തോന്നുമല്ലോ. അങ്ങനെ അന്ന് രാത്രി പറഞ്ഞതുപോലെ ഭാര്യ ഭർത്താവ് കിടന്നുറങ്ങുന്ന പോലെ അഭിനയിക്കുകയാണ്. പക്ഷെ ഭർത്താവ് ഉറങ്ങി എന്നുള്ള നിലക്ക് വരുന്നു. കത്തിയുമായിട്ട് വന്നിട്ട് താടി കട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു. ഉടനെ തന്നെ ഭർത്താവ് ഭാര്യ തന്നെ കൊല്ലാൻ വരുന്നു വിചാരിക്കുന്നു, പിടിക്കുന്നു. അവിടെ നിന്ന് തന്നെ ഭാര്യയെ കൊല്ലുന്നു. ഭാര്യയെ കൊന്നു കഴിഞ്ഞ് പിന്നീട് ഭാര്യയുടെ കുടുംബം വന്നിട്ട് ഭർത്താവിനെ എന്ത് ചെയ്യുന്നു, കൊല്ലുന്നു. അങ്ങനെ രണ്ടുപേരും മരണപ്പെടുന്നു. ഇതൊരു സംഭവം, ഇങ്ങനെ ചില റിവായത്തുകൾക്ക് വന്നിട്ടുള്ളൊരു സംഭവമായിട്ടുള്ളതാണ് അങ്ങനെ. പക്ഷെ ഇതിലുള്ളൊരു പാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരസ്പരം ഭിന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ ചില ആളുകൾക്ക് അതൊരു ആസ്വാദനമാണ്. ഒരാളെക്കുറിച്ച് വേറെന്ന് പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഗീബത്ത് എത്രമാത്രം സമൂഹത്തിൽ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ വരുത്തുന്ന ദൂഷ്യം, അതിൻ്റെ ദുരന്തം എത്രമാത്രമുണ്ട് എന്നതിൻ്റെ ഒരു കഥയായി പറഞ്ഞതാണ്. ഗീബത്ത് ശരിക്ക് ഒരു പിന്നെ വ്യക്തികളെ മാത്രമല്ല ശരിക്കത് ബാധിക്കുക. ആദ്യമായി ബാധിക്കുന്നത് വ്യക്തികളെ തന്നെയാണ്. നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ പോകുന്ന ചില വർത്തമാനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലിക്കിൽ 10,000ങ്ങളിലേക്ക് എത്തുന്ന വാർത്ത വിതരണ സാമഗ്രി നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പം ഗീബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ നമുക്ക് പറയാലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതദ്റൂന മൽ ഗീബത്ത് എന്താണ് എന്ന് നിങ്ങൾക്കറിയോ? 2 കാര്യം റസൂൽ അവിടെ തന്നെ ചോദിക്കുന്നുണ്ട്. അതദ്റൂന മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പരായവൻ എന്ന് നിങ്ങൾക്കറിയോ? അതിൻ്റെ 2 അനന്തരം. ഒന്ന്, ഈ ലോകത്ത് തന്നെ മിക്കവാറും എന്ത് ചെയ്യും, ഇപ്പോൾ ഈ ഗീബത്ത് പറഞ്ഞ് നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് സമൂഹത്തിൽ വലിയ വിലയൊന്നും ഉണ്ടാവില്ല അല്ലേ? സത്യത്തിൽ അവൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ വാർത്ത കിട്ടും. ആ വാർത്ത കിട്ടുന്നത് ചിലപ്പോൾ ഒരു സന്തോഷവും കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ടാകും, ഒക്കെ ശരിയാണ്. പക്ഷേ പുതിയ കാലത്ത് നമുക്ക് ഗോസിപ്പ് പോയിട്ട് നടക്കുന്ന ആളുകളെന്നൊക്കെ പറയില്ലേ? അപ്പോൾ അവനെ കാണുമ്പോൾ തന്നെ ആൾ പറയും, മറ്റവൻ വരുന്നുണ്ട് എന്ന കാഴ്ചപ്പാടായിരിക്കും. പറയുന്നില്ലെങ്കിലും അവൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും, ഇനിയിപ്പോൾ രാഷ്ട്രീയമാകട്ടെ, മതപരമാകട്ടെ, ഇനി വലിയ കുടുംബപരമാകട്ടെ, നാട്ടിൽ നടക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളാകട്ടെ, എന്തെങ്കിലുമൊക്കെ ഒരു വാർത്ത അവൻ്റെ കയ്യിലുണ്ടാവും. അത് സ്ഥിരം പിന്നെ അതൊരു ശീലമായി മാറും അങ്ങനെയുള്ള ആളുകൾക്ക്. അല്ല, അവർക്കത് പറയാതിരിക്കാൻ കഴിയില്ല. അവർ അത് കേൾക്കാൻ ചില കാതുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതെ. ചില ആളുകൾക്ക് അത് കേൾക്കാൻ വേണം. ഇപ്പോൾ ഇതവിടെ പണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂൽ അത് അത്രത്തോളം ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ നമ്മൾ രണ്ടാളും വർത്തമാനം പറയുന്നത് പോലെ 4 ആളോ 5 ആളോ ഒരു സദസ്സോ കൂടിയിരിക്കുമ്പോൾ ഒരാളെക്കുറിച്ചൊരു ഗീബത്ത് പറയുക, അത് അവരിൽ ഒതുങ്ങും. എന്നാൽ തന്നെ റസൂൽ അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഇത് ദിഗന്ധങ്ങൾ സഞ്ചരിക്കുന്നൊരവസ്ഥ വരും. കാരണം ഒന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പകർന്ന് നേരം വെളുത്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും ആ കളവ് വളരെ വ്യാപകമാവുകയും അത് വല്ലാത്തൊരു പിന്നെ വടവൃക്ഷമായി മാറുന്നത് പോലെ അതിൻ്റെ തെറ്റുകൾ ഈ പറഞ്ഞ ആളുകൾ കിട്ടില്ല. അതിന് മനിൽ മുഫ്ലിസ് എന്ന് പറയുന്നുണ്ടല്ലോ, ആരാണ് പാപ്പരായവൻ? അപ്പോൾ റസൂൽ അങ്ങനെ ചോദിക്കുമ്പോൾ സഹാബാക്കൾ സ്വാഭാവികമായിട്ടും പറയും, ഖാലു അല്ലാഹു റസൂലുഹു ആലം, അള്ളാഹു റസൂലിനെ അറിയുള്ളൂ. കാരണം എന്തോ ഒരു കാര്യം നമുക്ക് അള്ളാഹു റസൂൽ പഠിപ്പിച്ചു തരാൻ പോവാണ്. അവർ പറയണത്
പിന്നെ ഞങ്ങളിൽ പാപ്പരായവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം പോയി മൻലാ ദിർഹമ വല മത്താലോ, അവന് ദിർഹമില്ല മത്താവില്ല, ധനമില്ല, അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളില്ല, വിഭവങ്ങളില്ലാത്തവനാണ്. റസൂൽ പറഞ്ഞല്ല, അള്ളാൻ്റെ അടുക്കൽ വരുന്ന സമയത്ത് പിന്നെ നിസ്കാരക്കാരനായിട്ടും നോമ്പുകാരനായിട്ടും അതുപോലെ തന്നെ സക്കാത്ത് കൊടുത്തവനായിട്ടും വരും. അവിടെ നിൽക്കുന്ന സമയത്ത് വിചാരണ നടക്കുമ്പോൾ ഒരാൾ വരും, ഇന്ന ഇവൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇവൻ മോശപ്പെട്ട വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ. അതായത് ഈ പിന്നെ നിസ്കാരവും നോമ്പൊക്കെ ആയിട്ട് വന്ന ആളിൽ നിന്ന് ഏറ്റ ആക്ഷേപങ്ങളും അക്രമങ്ങളും ഒക്കെ എണ്ണി പറയുമ്പോൾ അള്ളാഹു ഇവർക്ക് പകരം നൽകുന്നൊരു സമ്പദം അവൻ നൽകിയ അല്ലെങ്കിൽ അവനിൽ നിന്നുണ്ടായ നന്മകൾ ഇവർക്കിങ്ങനെ വീതിച്ചു കൊടുക്കും. അവസാനം നന്മകൾ വീതിച്ചു കൊടുക്കാനില്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ പകരം ചെയ്യുന്നത് അവരുടെ തിന്മകളെ ഇവൻ്റെ പെരടിയിൽ വെച്ച് കെട്ടും. ഇങ്ങനെ ഒന്നുമില്ലാത്തവനായിത്തീരുന്നുള്ളത്. അപ്പോൾ ഇവിടെയും ശരിക്ക് നിന്ദ്യത ലഭിക്കുന്ന ആളെക്കുറിച്ച് ഗീബത്ത് പറയുക എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മൾ പറയാം, അത് നമ്മളവൻ ഉള്ളതിനല്ലേ പറയണത്, അവൻ ചെയ്തതന്നെയല്ലേ പറയണത്. ന്യായം അങ്ങനെയാണല്ലോ, അവൻ ചെയ്തതല്ലേ നമ്മൾ പറയണത്, അത് ഇല്ലാത്തത് പറയുന്നല്ലോ. എന്താ ഇങ്ങനെ പറഞ്ഞാൽ അവൻ ചെയ്തിട്ടല്ലേ എന്നൊരു ന്യായവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഊർജ്ജം കിട്ടും. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ കേട്ടിരിക്കുന്ന കാതുകളിൽ നിന്നൊരുത്തൻ എന്ത് ചെയ്യും, അത് ശരിയാണല്ലോ, എന്താ അപ്പോൾ അങ്ങനെ ഉള്ളതന്നെയല്ലേ പറയണത്, എന്തിനാ അപ്പോൾ നിങ്ങൾ അതിൽ നിൽക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇല്ലാത്തത് പറഞ്ഞാൽ ഗീബത്ത്, ഉള്ളത് പറഞ്ഞാൽ ഗീബത്തും, ഇല്ലാത്തത് പറഞ്ഞാൽ കള്ളവും ആരോപണവുമായി. രണ്ടും തെറ്റാണ്. അതൊരു വലിയൊരു ഇപ്പോൾ നേരത്തെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു കഥ, ഇതെനിക്ക് തോന്നുന്നു ഒരു റിവായത്തിൽ വന്ന ഒരു സംഭവമാണത്. അവിടെ അത് നമുക്ക് പഠിപ്പിച്ചിരുന്നു വെച്ചാൽ രണ്ട് മനുഷ്യജീവൻ അവിടെ ഈ ദുനിയാവിൽ പൊലിയാൻ ഒരു അർത്ഥവുമില്ലാതെ. അല്ല, അങ്ങനെ ഇന്നും സംഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കിടയിലും ഈ ആരോപണങ്ങൾ നടന്നുകൊണ്ടായിരിക്കും. അതെ, നമ്മൾ ഈ പത്രത്തിൽ കാണുന്ന കൊല്ലം ചെയ്യപ്പെട്ടു, ഇന്നയാളെ കൊന്നു, ഇതാക്കെന്ന് പറഞ്ഞെങ്കിൽ പരസ്പരം അതിൻ്റെ ഇടയിൽ ഒരുപാട് ഈ ഗോസിപ്പുകൾ നടന്നുണ്ടാവും. ആ പറഞ്ഞ വാക്കുകളായിരിക്കാം, അഭിമാനം ക്ഷതപ്പെടുത്തിയതായിരിക്കാം, വേറെ ആളിൽ നിന്ന് കേട്ടതായിരിക്കാം, അതിൻ്റെ കണ്ണി ഏതോ ഒരു നാവായിരിക്കാം. അതന്നെ നേരത്തെ റസൂൽ പറഞ്ഞ ഒന്ന് ഇവിടുന്ന് തുടങ്ങിയാൽ പിന്നെ അത് എവിടെയൊക്കെ സഞ്ചരിക്കുന്നില്ല. ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഈ ഒരു ആനുകാലിക സാഹചര്യം വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിപ്പം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഏകദേശം 1-2 മാസങ്ങൾക്കിടയിൽ ഇനി നമുക്ക് പിന്നെ എൻ്റെ അടുക്കലൊരു നന്മയെന്നും അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയുടെ അടുക്കൽ നന്മയെന്നും പറയാനില്ലെങ്കിലും നിങ്ങളെ പാർട്ടിയുടെ കുറ്റമോ ആരോപണങ്ങളോ ഇനി സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരുടെയൊക്കെ ആക്ഷേപങ്ങളും അതൊക്കെ വരാൻ പോകുന്നൊരു സമയം, വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോലും അതെ വളരെ മോശപ്പെട്ട രൂപത്തിൽ അത് എൻ്റെ കയ്യിലത് വരുമ്പോൾ എനിക്ക് ഇയാളെക്കുറിച്ച് അറിയ പോലുമില്ല, എന്നാലും ഞാൻ നേരെ എടുത്ത് ഷെയർ ചെയ്യും. കാരണം എൻ്റെ പാർട്ടിക്കെതിരെയുള്ള സംഭവമാണല്ലോ. അപ്പം എനിക്ക് സംഭവിക്കാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗീബത്തിൽപ്പെടും, പരസ്പര ആരോപണ പ്രചരണത്തിൽ അത് പെടും എന്ന് നമ്മൾ വിശ്വാസികൾ, പ്രത്യേകിച്ച് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കേണ്ടത്. ഏത് പാർട്ടിയിലാണെങ്കിലും അവനവൻ്റെ പാർട്ടി വളർത്താൻ മറ്റുള്ളവൻ്റെ ഇറച്ചി തിന്നേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം.